പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പുതിയ വർഷം വരുമ്പോൾ ആദ്യ ദിവസം സുന്നത്തായ ഒരു ദുആ ഉണ്ട്. പലർക്കും അതറിയാം, പലർക്കും അറിയില്ല. അത് നാം 3 പ്രാവശ്യം ചൊല്ലിയാൽ വലിയ ഫലമാണ്. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളിക്കൽ അളീമി വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇഹി വൽ ഔന അലാ ഹാദിഹിൻ നഫ്സിൽ അമ്മാറതി ബിസ്സൂഅ് വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. ഇത് 3 പ്രാവശ്യം ചൊല്ലിയാൽ കിതാബിൽ കാണാം, അശ്ശൈത്വാനു യഖൂൽ ഖദ് ഇസ്തഅ്മന മിന്നി, പിശാച് പറയും അവൻ എന്നിൽ നിന്ന് എല്ലാ നിലക്കും കാവൽ ചെയ്തു എന്ന്. അതുപോലെ തന്നെ യുവക്കിലുല്ലാഹു മലക്കൈനി അഹ്റുസാനിഹി മിനശ് ശൈത്വാനി വഅത്ബാഇ, പിശാചിന്റെയും പിശാചിന്റെ ആളുകളിൽ നിന്നും സംരക്ഷിക്കാൻ 2 മലക്കുകൾ അല്ലാഹു തആല അവനെ ഏൽപ്പിക്കുന്നതാണെന്നും ഈ ദുആയുടെ ഫലത്തിൽ ഫായിദയിൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരിൽപ്പെട്ട ആരിഫ്യങ്ങളിൽ ഒരു മഹാൻ പറയുന്നു, അന്നമൻ കതബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി അവ്വലി യൗമിൻ മിൻ മുഹറം, മുഹറത്തിലെ ആദ്യത്തെ ദിവസം പകലോ രാത്രിയോ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 മറ 113 പ്രാവശ്യം എഴുതിയാൽ വഹുമിലത്, അതിനവൻ ചുമന്നാൽ ലം യനൽ ഹാമിലഹ മക്റൂഹ് ഹുവ വ അഹ്ല ബൈത്ത്, അത് ചുമക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിന് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. 113 ബിസ്മി നമ്മളെ കൈകൊണ്ട് തന്നെ ഒന്നുകൂടെ ഇത് ഏറ്റവും നന്നായി. അത് ഇന്ന് രാത്രിയോ നാളെ പകലോ മഗ്‌രിബിന് മുമ്പായി എഴുതുക, അത് വലിയ ഫലമായിരിക്കും. അതുപോലെ തന്നെ 3-മത് അഷേഖ് ദമർദാസുൽ കബീർ എന്നൊരു സൂഫി വര്യനുണ്ടായിരുന്നു. മഹാനോള് പറയുന്നതായി കിതാബിൽ കാണാം, മൻ ഖറാഅത്തുൽ കുർസി ഫി അവ്വലി യൗമി മിനൽ മുഹറം, മുഹറം ആദ്യത്തെ ദിവസം അഥവാ ഇന്ന് രാത്രിയോ നാളെ പകലോ മഗ്‌രിബിന് മുമ്പായി 360 360 പ്രാവശ്യം, ഒരു വർഷത്തിലെ ദിവസങ്ങളെ കണക്കാണത്. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ യുബസ്മിലു ഫി അവ്വലി മറ, ആദ്യത്തെ പ്രാവശ്യം ബിസ്മി ചൊല്ല, പിന്നുള്ളതിനൊന്നും ബിസ്മി വേണ്ട. വഇൻദൽ ഫറാഗ് മിൻ ജമീൽ അദദ്, അങ്ങനെ 360 കഴിഞ്ഞാൽ യഖൂൽ, അവൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ എന്ന് ചൊല്ലിയാൽ അത് വലിയ ഫലമാണ്. അതിന്റെ ഫലത്തിൽ കാണാം, ഫഇന്നഹു യൂഖാ മാ യക്റഹു ഫീ ജമീൽ ആം, ആ വർഷം മൊത്തം അവന് പ്രയാസമായതൊക്കെ അവനെ തൊട്ട് കാക്കപ്പെടുന്നതാണ് എന്ന് കിതാബിൽ കാണാം. അതേപോലെ തന്നെ ഇതിപ്പോ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 10 ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഒരാള് ആശൂറാന്റെ ദിവസത്തിൽ അഥവാ 10ന്റെ അന്ന് ഒരാൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് വൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് ലാ മൽജഅ വലാ മൻജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ അശ്ശഫീഇ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ വൽഹംദുലില്ലാഹി അദദ അശ്ശഫീഇ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ അല്ലാഹു അക്ബർ അദദ അശ്ശഫീഇ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ അസ്അലുക സലാമത ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരാൾ ചൊല്ലിയാൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയാണ്, മൻ ഖാലഹാ ഫി യൗമി ആശൂറ, ആശൂറന്റെ ദിവസം മുഹറം 10 പകലോ രാത്രിയോ ചൊല്ലിയാൽ ലം യമുത് ഖൽബുഹു, അവന്റെ ഖൽബ് മരിക്കുകയില്ല. അഥവാ ഈമാൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഖൽബിൽ നിന്ന് പാടെ അള്ളാഹു ഇറങ്ങിപ്പോവുകയോ പാടെ അള്ളാഹിന്റെ പേടി പോകുകയൊന്നും ചെയ്യൂല എന്നല്ല. ചില മഹാന്മാര് പറയുന്നു, വലം യമുത് ഫീ തിൽകസന, ആ വർഷം മരിക്കുകയുമില്ല. അപ്പൊ ആ ദിക്ർ നാം ചൊല്ലാൻ മറക്കരുത്. 1 വട്ടാണ് ചുരുങ്ങിയത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലീൽ ഉജുഹൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എന്ത്, അന്നമൻ ഖാല യൗമ ആശൂറ 70 മറ, ഒരാള് ആശൂറായിന് മുഹറം 10 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് ചൊല്ലിയാൽ
കഫാഹുല്ലാഹു ഷർറ ദാലിക്കലാം, ആ വർഷത്തിൽ അവന് ഷെറുകളൊന്നും വരുന്ന ഷെറുകളൊക്കെ അള്ളാഹു തടുക്കുന്നതാണ്. 70 പ്രാവശ്യം ചൊല്ലുക 10ന്റെ അന്ന്. അതേപോലെ തന്നെ 10ന്റെ അന്ന് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മൻ അഖദ ഫി യൗമി ആശൂറാ മിമ്മാഇൽ വർദി ഫി ഇനാ, ഒരു പാത്രം, ഒരു കുപ്പി, ഒരു പാത്രം പനിനീർ വെള്ളം എടുത്തിട്ട് വഖറ അലൈഹിൽ ഫാത്തിഹത സബ്ആൻ, 7 ഫാത്തിഹ അതിൽ മന്ത്രിച്ച്, സുമ്മ യംസഹു ബിഹി റഅസഹു വജ്ഹ, അവന്റെ തലയും അവന്റെ മുഖത്തൊക്കെ അത് തടകി, വയഫ്അലു ദാലിക ബിമൻ യുഹിബ്ബു മിൻ അഹ്ലി വലദി, അവന്റെ മക്കൾക്കും അവന്റെ കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്താൽ ഫഇന്ന ദാലിക ഹിഫ്ദുൽ ലഹു, അത് അവനിക്കും അവരുടെ കുടുംബത്തിനൊക്കെ കാവലാണ്, മിൻ ജമീൽ ഇലലി വൽ അസ്ഖാം, എല്ലാ രോഗത്തുനിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അത് കാവലാകും, ഇലാ മിസ്ലി ദാലിക്കൽ യൗമി മിനൽ ആമിൽ ഖാബിൽ, അടുത്ത വർഷം ആ ദിവസം വരുന്നവരെ അത് കാവലാകുന്നതാണ്. അത് നമ്മൾ മറക്കരുത്, അത് നമ്മൾ ചെയ്യണം. അതേപോലെ ആശൂറന്റെ അന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. 1000 നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നോമ്പ് പിന്നെ എല്ലാവർക്കും അറിയാലോ, കഫിറു സനത്തൽ മാളിയ, ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷം പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുക, അതേപോലെ അന്ന് രാത്രിയോ പകലൊക്കെ നിസ്കരിക്കുക. കിതാബിൽ കാണാം വല്ലൗല അന്തക്കൂന സലാത്ത തസാബീഹ്, അത് തസ്ബീഹ് നിസ്കാരമാകലാണ് നല്ലത്. അപ്പൊ അന്ന് രാത്രിയിലോ പകലോ തസ്ബീഹ് നിസ്കരിക്കുക. തൗസിയത്തു അലലിയാൽ, അതേപോലെ 4ാമത്തെ ഒരു സുന്നത്തായ കർമ്മമാണ് കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അത്താഴത്തിനും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ നോമ്പ് നിൽക്കാത്തവരുണ്ട് അവർക്ക് പകലും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെയ്താൽ അത് വലിയ ആ വർഷം അവന്റെ കുടുംബത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. അത് എത്രയോ ആളുകൾ അനുഭവിച്ചതായി കിതാബിൽ പറയുന്നു. അതേപോലെ തന്നെ തർക്കമുള്ള ചില സുന്നത്തുകളുണ്ട്, ചിലരെ സുന്നത്തുണ്ടെന്നും ചില സുന്നത്തില്ല എന്നും പറയുന്നു. അഥവാ ആശൂറായിന്റെ കുളി, അതേപോലെ സുറുമയിടുക, അതേപോലെ എത്തീമക്കളെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, ആലിമീങ്ങളെ സന്ദർശിക്കുക, നഖം മുറിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണെന്ന് ചിലർ പറയുന്നു. അത് സുന്നത്തില്ലെന്നും ചിലർ പറയുന്നു. ഏതായിരുന്നാലും നല്ലതൊക്കെ കഴിയുന്നത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക, കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക. വഖദ് വറദത്തിൽ ഹദീസ് ബിഫളി കുല്ലി മിൻ ഹാദിഹിൽ അഅമാൽ ഫി യൗമി ആശൂറ, ആശൂറാന്റെ ദിവസം ഇതൊക്കെ നല്ലതാണെന്ന് അറിയിക്കുന്ന എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസ് ലഈഫും അല്ലാത്തൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ ഇമാമികൾ പറഞ്ഞതാണ്, മറക്കരുത്, നാം ഇത് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ അസ്കലാനിയെ തൊട്ട് പറഞ്ഞത് ഓരോ ദിവസം ചെയ്യണം. 10 ദിവസം 1നും 2നും 3നും ഒക്കെ നമ്മൾ ചെയ്യണം, അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ അൻത ഖദീം വഹാദാ ആമുൻ ജദീദ് ഖദ് അഖ്ബൽ വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖ്ബലത് നസ്അലുക മിൻ ഖൈരിഹാ വനഊദു ബിക മിൻ ശർരിഹാ വനസ്തഗ്ഫീക ഖൂതഹാ വശുഗ്ലഹാ, അല്ലെങ്കിൽ ഖുവതഹാ വശുഗ്ലഹാ ഫർസുഖ്നാ العصمة فيها من الشيطان الرجيم اللهم إنك سلطت علينا بذنوبنا عدوا بصيرا بعيوبنا مطلعا على عوراتنا يأتينا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم أيسه منا كما أيسته من رحمتك وقنته منا كما قنته من عفوك وحل بيننا وبينه كما حلت بينه وبين جنتك إنك قادر على ذلك وأنت الفعال لما تريد وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇത് ചൊല്ലിയാൽ ഹദീസിൽ വന്നു അന്നമൻ ഖാല ദാലിക ഫീ കുല്ലി യൗമി മിനൽ അശ്രിൽ അവ്വൽ, ആദ്യത്തെ 10 1നും 2നും 3നും 4നും 5നും 6നും 7നും 8നും 9നും 10നും ഓരോ ദിവസവും ഇത് ഒരാൾ ചൊല്ലിയാൽ മിൻ ഷഹരില്ലാഹിൽ മുഹറം, മുഹറത്തിലെ മാസത്തിലെ 10 ദിവസം ഓരോ ദിവസവും ചൊല്ലിയാൽ ഹുഫിള ഫി ആമിഹി, ആ വർഷം അവനിക്ക് കാവലുണ്ടാകും മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന്. ഇതെല്ലാം ആ മദീനയിൽ കിടക്കുന്ന വലിയ സൂഫി വര്യനും വലിയ മഹാനുമായ ഇമാം മുഹമ്മദ് ബിൻ ഹുലൈർ അദ്ദിംയാത്തി എന്ന പണ്ഡിതൻ നിഹായത്തുൽ അമൽ ലിമൻ റഗിബ ഫി സിഹത്തിൽ അഖീദത്തി വൽ അമൽ എന്ന ഫിഖ്ഹിന്റെ വളരെ കൂടുതൽ മസ്അലയിൽ പറഞ്ഞ് ഇബാദത്തിന്റെ ഭാഗം മൊത്തം പറയുകയും തസവൂഫ് ഒക്കെ പറയുന്ന നല്ലൊരു കിതാബാണ്. അതിന്റെ 278 പേജിൽ പറഞ്ഞതാണ്. അല്ലാഹു നല്ലതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.